Dear students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമുക്കറിയാം, ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. എവരി വൺ ഓൺ ദിസ് എർത്ത് ഹാസ് എ വെൽ ഡിഫൈൻഡ് ലൈഫ് സൈക്കിൾ. All human beings take birth, educate themselves, grow, then become old and one day die. This is known as the life cycle of human beings. അല്ലേ? നമ്മൾ മനുഷ്യരുടെ കാര്യം നോക്കൂ. നമ്മൾ ജനിക്കുന്നു, ദെൻ എഡ്യൂക്കേഷൻ നേടുന്നു, ദെൻ നമ്മൾ വളരുന്നു, ദെൻ നമുക്ക് പ്രായമാവുന്നു, ഓൾഡ് ആവുന്നു, ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അതാണ് നമ്മുടെ ഒരു മനുഷ്യരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ സെയിം വേ എവറി പ്രോഡക്റ്റ് ഹാസ് എ ലൈഫ് സൈക്കിൾ. ദാറ്റ് ഈസ് നോൺ ആസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഈ ഒരു മനുഷ്യർക്കുള്ളതുപോലെ തന്നെ പ്രോഡക്റ്റിനും എന്തുണ്ട്? ഒരു ലൈഫ് സൈക്കിളുണ്ട്. ആ ലൈഫ് സൈക്കിളിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ ജേർണി ഓഫ് എ പ്രോഡക്റ്റ് ഫ്രം ഇറ്റ്സ് ബർത്ത് ടു ഡെത്ത് ഈസ് വിഷ്വലൈസ്ഡ് ആസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അല്ലേ? ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കൺസേൺ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബർത്ത് തുടങ്ങി അതിൻ്റെ ഡെത്ത് വരെ. ഒരു പ്രോഡക്റ്റിൻ്റെ ഡെത്ത് എന്ന് പറയുമ്പോൾ അതിന് ഡിമാൻഡ് ഇല്ലാണ്ടാവുക, അത് ഔട്ട്ഡേറ്റഡ് ആവുക, അപ്പോഴാണ് ഒരു പ്രോഡക്റ്റിന് ഡെത്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള ആ ഒരു ജേണിയെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് നമ്മുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല, അല്ലേ? അത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എത്ര വരെ പഠിക്കുമെന്നോ, നമുക്ക് എന്ത് പ്രൊഫഷനായിരിക്കുമെന്നോ, നമ്മൾ എന്നും മരിക്കുമെന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, ഓൾ പ്രോഡക്ട്സ് ഡോണ്ട് ഹാവ് ദ സെയിം ലൈഫ് സൈക്കിൾ. അതേപോലെ തന്നെ ഈ നമ്മൾക്കെല്ലാവർക്കും ഒരേ ലൈഫ് സൈക്കിൾ ആയിരിക്കില്ല, പലർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രോഡക്റ്റിൻ്റെ കേസും അങ്ങനെയാണ്. പ്രോഡക്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. Some products enjoy a long term in the market while others not. ചില പ്രോഡക്റ്റുകൾ കുറേ നാൾ മാർക്കറ്റിൽ നിൽക്കും, ചില പ്രോഡക്റ്റുകൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഔട്ട്ഡേറ്റഡ് ആവും, അല്ലേ? നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മനുഷ്യരും ചിലർ കുറേ നാൾ ജീവിക്കും, ചിലർ വളരെ പെട്ടെന്ന് തന്നെ മരിക്കും. അതേപോലെ തന്നെയാണ് പ്രോഡക്റ്റും. ചില പ്രോഡക്റ്റിന് കുറേ നാൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും, അത് ലോങ് ടേമിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതേസമയം ചില പ്രോഡക്റ്റ് അങ്ങനെ ആയിരിക്കും. ദെൻ അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ജേണി, ആ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഈ ഒരു ജേണിയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ലൈഫ് ബിഗിൻ വിത്ത് ഇറ്റ്സ് മാർക്കറ്റ് ഇൻട്രഡക്ഷൻ. അല്ലേ? ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മാർക്കറ്റിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. Product lives begins with its market introduction, then goes through a period during which its markets grows rapidly. Eventually it reaches at maturity and then stands statured. Afterwards its market declines and finally its life comes to an end. This process or this stages the product passes through is known as product ലൈഫ് സൈക്കിൾ. എന്താണ്? ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? പ്രോഡക്റ്റ് ലൈഫ്സ് ബിഗിൻ വിത്ത് ഇറ്റ്സ് മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ, ദെൻ ഗോസ് ത്രൂ എ പീരിയഡ് ഡ്യൂറിങ് വിച്ച് ഇറ്റ് മാർക്കറ്റ് ഗ്രോസ് റാപ്പിഡ്ലി. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നു, വളരെ പെട്ടെന്ന് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നു. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആ പ്രോഡക്റ്റിന് വലിയ ഡിമാൻഡൊന്നും ഉണ്ടാവില്ല. ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ ദ പ്രോഡക്റ്റ് ഓർ മാർക്കറ്റ് ഗ്രോസ് റാപ്പിഡ്ലി. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഗ്രോത്ത് സ്റ്റേജ്. ദെൻ ഇവഞ്ച്വലി ഇറ്റ് റീച്ചസ് അറ്റ് എ മെച്യൂരിറ്റി. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റിയാണ്. അത് ഏറ്റവും പീക്കിലെത്തുന്നു, അതിൻ്റെ ഡിമാൻഡ് ഏറ്റവും പീക്കിലെത്തുന്നു. ദെൻ
സ്റ്റാച്യുവേഡ്, കുറേ നാളതങ്ങനെ ആ ഒരു പീക്കിൽ നിലനിൽക്കും. ആഫ്റ്റർവേർഡ്സ് ഇറ്റ് മാർക്കറ്റ് ഡിക്ലൈൻ ആൻഡ് ഫൈനലി ഇറ്റ്സ് ലൈഫ് കം ടു ആൻ എൻഡ്. ദെൻ ആ ഒരു സാച്ചുറേഷൻ പീരിയഡിൽ നിന്നും പിന്നെ അത് പതുക്കെ എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു. ഡിക്ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ലൈഫ് എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. അതൊന്നില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് പറ്റേ പോയിട്ട് അത് മാർക്കറ്റിൽ നിന്നും പുറത്താവാം. അപ്പോൾ എനിവേ ഈ ഒരു സ്റ്റേജസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മീൻസ് ദ സ്റ്റേജസ് ത്രൂ വിച്ച് എ പ്രോഡക്റ്റ് പാസസ്. ഏതൊക്കെ സ്റ്റേജിലൂടെയാണോ ഒരു പ്രോഡക്റ്റ് പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. On the other words, the period during which a product lives in the market. എത്ര പീരിയഡ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ അത് പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റേജ് ഏതൊക്കെയാണ്, അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുള്ള കോൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പോപ്പുലറൈസ്ഡ് ബൈ തിയോഡർ ലെവിറ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻ ദ ഇയർ 1965. ഓക്കെ, അതിൻ്റെ മീനിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേജസ് ത്രൂ വിച്ച് എ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഓർ ദ പീരിയഡ് വിച്ച് എ പ്രോഡക്റ്റ് ലീവ്സ് ഇൻ ദി മാർക്കറ്റ്. Product lives begins with market introduction, then goes through a period during which market grows rapidly. Eventually it reaches at maturity and then saturated. Afterwards its market declined and finally its life come to an end. This is the different stages through which a product passes. These different stages are known as product life cycle. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന് 4 സ്റ്റേജ് ഉണ്ടെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ് 4 സ്റ്റേജ്? ഇൻട്രൊഡക്ഷൻ, എ സീഡ് ഈസ് പ്ലാന്റഡ്, അല്ലേ? നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ സീഡ് എന്ത് ചെയ്തു, പ്ലാന്റ് ചെയ്തു, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കതിനൊരു പ്ലാന്റുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ദെൻ അതായത് നമ്മൾ എന്ത് ചെയ്തു, വിത്ത് പാകി, സീഡ് ഈസ് പ്ലാന്റഡ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഗ്രോത്ത്, റൂട്ട് ടേക്ക് പ്ലേസ് ആൻഡ് ലീവ്സ് കം ഔട്ട്, അല്ലേ? അത് വളരുകയാണ്. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജാണ്. പ്ലാന്റ് ആണെങ്കിലോ നമ്മൾ സീഡ് കൊടുത്തു, ആ സീഡ് എന്ത് ചെയ്തു, അതിന് വേരുകൾ ഉണ്ടാവുന്നു. ദെൻ ലീവ്സ് കം ഔട്ട്, അതിൽ നിന്നും ചെറിയ ചെറിയ ഇലകളൊക്കെ വരുന്നു. ദെൻ ദ തേർഡ് സ്റ്റേജ് ഈസ് മെച്യൂരിറ്റി, അഡൽട്ട്ഹുഡ് ടേക്ക് പ്ലേസ്. അതായത് ചെടികൾ, ആ പ്ലാന്റ് നന്നായി വളർന്ന് നല്ല ഒരു രീതിയിൽ എത്തി നിൽക്കുന്നു, മെച്യൂരിറ്റിയാണ്. ദെൻ വലിയൊരു മരമായി നല്ല പൂക്കളും കായ്കളും ശാഖകളും ഒക്കെയുള്ള വലിയൊരു മരമായി മാറി. അതാണ് നമ്മുടെ മെച്യൂരിറ്റി സ്റ്റേജ് എന്നുകൊണ്ട് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിക്ലൈൻ, പ്ലാന്റ് ബിഗിൻസ് ടു ഷ്രിങ്ക് ആൻഡ് ഫൈനലി ഡൈ. ആ ഒരു ചെറിയ പ്ലാന്റ് അതിൻ്റെ ഇലകളൊക്കെ കേടാവാൻ തുടങ്ങി, ഇതല്ലേ? അങ്ങനെയൊരു കേടായി മാറി അത് അവസാനം ആ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനെ ഈ പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പ്ലാന്റിൻ്റെ 4 സ്റ്റേജ് ചെയ്ത് സീഡ് ഉണ്ടാകുന്നു, അത് പൊങ്ങി അതിന് വേരൊക്കെ പിടിച്ച് ചെറിയ ഇലകളൊക്കെ ഉണ്ടായി അതൊരു നല്ലൊരു പ്ലാന്റായി മാറുന്നു. ദെൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇലകളൊക്കെ കേടായി പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഫൈനലി ആ ഒരു പ്ലാന്റ് നശിച്ചു പോകുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേജ് മാർക്കറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റേജ് അത് ഗ്രോത്ത് സംഭവിക്കുന്നു, തേർഡ് സ്റ്റേജ് അത് മെച്യൂരിറ്റി ആവുന്നു. മീൻസ് നല്ലൊരു പ്ലാന്റായിട്ട് നല്ലൊരു മാർക്കറ്റായിട്ട് നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റായിട്ട് അത് മാറുന്നു. ഫൈനലി ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യുന്നു. Okay, let us discuss one by one. The first stage is introduction stage. This is the first stage in the life of a product. ഒരു പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു. ആഫ്റ്റർ ടെസ്റ്റിംഗ് എ പ്രോഡക്റ്റ് എൻറ്റേഴ്സ് ദ
introduction stage and the product will then become available in the markets. നമ്മൾ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്. ദെൻ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഈ ഒരു സ്റ്റേജിലാണ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഈ പ്രോഡക്റ്റുകൾ എവിടെ അവൈലബിൾ ആവുന്നത്? മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ സെയിൽസ് ആർ വെരി ലോ. അല്ലേ? സെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കോസ്റ്റ് എന്ന് പറയുന്നതോ വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ആളുകളൊന്നും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സെയിൽസ് വളരെ കുറവായിരിക്കും. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ സെയിൽസ് കുറയാൻ കാരണം. ഫസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആർ അൺഅവെയർ ഓഫ് ദി ന്യൂ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വലിയ ധാരണയില്ല. കാരണം ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്. ദ കമ്പനി ഹാസ് probably invested large amount of money to develop and launch the product. ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ ഒരുപാട് എന്തായാലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് എഫേർട്ട് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന പ്രോഡക്റ്റിനെ പോപ്പുലറൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ അപ്പോൾ ഈ ഒരു സെയിൽസ് കുറയാൻ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് അൺഅവെയർ ആണെന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താ പറയുക, പേടിയാണ്. ബൈയിങ് സംതിങ് ന്യൂ അല്ലേ? ചില ആളുകൾക്ക് ഈ പറയുന്ന പുതിയ പ്രോഡക്റ്റ് അത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നറിയാൻ ഭയങ്കര പേടിയാണ് വാങ്ങാൻ. അതാണ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടാണ് സെയിൽ കുറയാൻ കാരണം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് അറിയില്ല ഇങ്ങനൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടെന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അറിഞ്ഞാലും കസ്റ്റമേഴ്സിന് അത് പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പേടിയാണ്. ദെൻ അതുകൊണ്ട് സെയിൽസ് കുറവാണ്. ദെൻ ബട്ട് ദി കോസ്റ്റ് ആർ വെരി ഹൈ. കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇവിടെ കസ്റ്റമേഴ്സ് ഫസ്റ്റ് നമ്മൾ സെയിൽസ് കുറയാൻ കാരണം പറഞ്ഞു കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല. പുതിയ പ്രോഡക്റ്റ് എന്താണ്, അതെങ്ങനെയാവും എന്നുള്ളൊരു ഭയം കൊണ്ട് അവരത് മേടിക്കില്ല എന്ന് പറഞ്ഞു. സോ company has probably invested large amount of money to develop and launch the product. That means need heavy advertisement. ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് ഫെമിലറൈസ് ആക്കാനും അതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സെയിൽസ് കുറവും കോസ്റ്റ് കൂടുതലും ആയിരിക്കുമെന്ന് പറഞ്ഞു. ദെൻ അതാണ് ഒരു ഇൻട്രഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ലോ സെയിൽസ്, ലോ പ്രോഫിറ്റ് ഓർ സംടൈംസ് ലോസ്, ദെൻ ഹൈ കോസ്റ്റ് ബിക്കോസ് ഓഫ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ്, ജനറലി ഹൈ പ്രൈസ് അല്ലേ? അതായത് നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ്, അതിൽ നിന്നും ചെറിയൊരു പ്രോഫിറ്റ് എങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ലെസ് കോമ്പറ്റീഷൻ, മാർക്കറ്റ് കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം ഇതൊരു ന്യൂ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സ്റ്റേജ്. ആൻഡ് ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഗ്രോത്ത് സ്റ്റേജ്. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രാഫാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ആണ്, ആ ബ്ലൂ കളറ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ദെൻ തേർഡ് ഗ്രീൻ കളറ്. ദെൻ ദ യെല്ലോ കളർ ഇൻഡിക്കേറ്റ്സ് മെച്യൂരിറ്റി ആൻഡ് ദ റെഡ് കളർ ഇൻഡിക്കേറ്റ് ഡിക്ലൈൻ. ദിസ് ഈസ് ദ ഫോർത്ത് സ്റ്റേജ്. ദെൻ ഇവിടെ ഒരു ആ യെല്ലോ കളർ കഴിഞ്ഞിട്ട് ജസ്റ്റ് വേറൊരു ഒരു ബ്ലൂ കളർ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എക്സ്റ്റൻഷനാണ് കേട്ടോ. അതായത് മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ അത് ഡിക്ലൈൻ ആവുന്നതിന് പകരം എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രോഡക്റ്റ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു സാച്ചുറേഷൻ പീരിയഡ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ ദ സെക്കൻഡ് സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജ് ആണ്. During the growth stage, more customers begin to buy the product. This is because customers who purchased during the introduction stage are purchasing again and have recommended the product to colleagues, friends and family. Sales will begin to grow and company which has been incurring losses begin to make profits. എന്താണ് ഈ ഒരു സ്റ്റേജിൽ
കസ്റ്റമേഴ്സ് കൂടുതൽ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് വാങ്ങാൻ തുടങ്ങുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ന്യൂ കസ്റ്റമേഴ്സ് കൂടുതൽ മേടിക്കും. ദെൻ മുമ്പ് വാങ്ങിയ കസ്റ്റമേഴ്സ് വീണ്ടും വാങ്ങിക്കും. അവർ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് കൊളീഗ്സിന്, ഫ്രണ്ട്സിന്, ഫാമിലിക്കൊക്കെ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു സെയിൽസ് എന്ന് പറയുന്നത് വിൽ ബിഗിൻ ടു ഗ്രോ അല്ലേ, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ദെൻ അതേപോലെ തന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോസ് ആയിരുന്ന കമ്പനികൾ പോലും ഈ ഒരു സ്റ്റേജിൽ എന്തുണ്ടാക്കാൻ തുടങ്ങും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. അറ്റ് ദിസ് സ്റ്റേജ് കോമ്പറ്റീറ്റേഴ്സ് മേ എൻ്റർ ഇൻ ടു ദി മാർക്കറ്റ്. കോമ്പറ്റീഷൻ വരും. ദെൻ നമുക്കറിയാം ഈ ഒരു പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. സെയിൽസ് റീച്ച് ദെയർ ഒപ്റ്റിമം ലെവൽ ബട്ട് ദ സെയിൽസ് ഗ്രോത്ത് സ്ലോ ഡൗൺ. എന്താ പറയുക, സെയിൽസ് ഓപ്റ്റിമം ലെവലിലായിരിക്കും. ദെൻ പക്ഷേ അത് വലിയൊരു ഇൻക്രീസ് ഒന്നും ഈ ഒരു സ്റ്റേജിൽ കാണിക്കില്ല. അത് പതുക്കെ ഇങ്ങനെ വളരുന്ന ഒരു സ്റ്റേജാണ്, അല്ലാതെ ഏറ്റവും വലിയൊരു പീക്കിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഗ്രോത്ത് സ്റ്റേജാണ്, വളർച്ച സംഭവിക്കുന്ന ഒരു സ്റ്റേജാണ്. ദെൻ അപ്പോൾ അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഈ ഒരു ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്നും വളരെ പതുക്കെ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് സംഭവിക്കുന്നു. ഇതിന് മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി റൈസിങ് സെയിൽസ് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. എക്സ്പാൻഷൻ ഇൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ദെൻ റൈസിങ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ലോവർ യൂണിറ്റ് കോസ്റ്റ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ദെൻ കോമ്പറ്റീഷൻ, ദെൻ സ്റ്റേബിൾ ഓർ സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് പ്രൈസ്. ഇവിടെയും നമ്മൾ പ്രൈസ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഹൈ പ്രൈസ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെറുതായിട്ട് പ്രൈസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ദെൻ ഈ ഒരു സ്റ്റേജിൽ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസിങ് ദി മാർക്കറ്റ് ഷെയർ. ദാറ്റ് മീൻസ് ഡിമാൻഡ് കൂട്ടുക, നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ second stage, growth stage. Then the third stage is maturity and saturation. ഒറ്റ സ്റ്റേജ് ആണ് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ. ദെൻ അതിൽ ഫസ്റ്റ് മെച്യൂരിറ്റി പറയാം. ദിസ് സ്റ്റേജ് ഹാസ് ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള ഒരു സ്റ്റേജാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. In the maturity stage, the demand for the product reaches a saturation point. ഈ ഒരു കേസിൽ ഇതിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഒരു പീക്ക് പോയിന്റിൽ എത്തുന്നു. കോമ്പറ്റീഷൻ ബിക്കം സിവിയർ. ഈ ഒരു കേസിൽ സ്റ്റിഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. ദെൻ ഡ്യൂറിങ് ദിസ് സ്റ്റേജ് മാനുഫാക്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ന്യൂ മോഡൽ or adopt methods such as trading in etc. അതായത് പുതിയ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും. ന്യൂ മോഡൽസ് ഒക്കെ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ടു പ്രൊമോട്ട് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ പ്രോഡക്റ്റിന് വളരെ പീക്കായിട്ടുള്ള ഡിമാൻഡുള്ള ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാൻഡിൽ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പുതിയ മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും. ദ നമ്പർ ഓഫ് ബയേഴ്സ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ ബട്ട് സ്ലോവിലി. മെച്യൂരിറ്റി സ്റ്റേജിൽ ഈ ബയേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ മേടിക്കും. ഇൻ ദ ഇനീഷ്യൽ പീരിയഡ് ഓഫ് ദിസ് സ്റ്റേജ് പ്രോഫിറ്റ് ഇൻക്രീസ് ആൻഡ് റീച്ച് ഇറ്റ്സ് മാക്സിമം. ഈ ഒരു മെച്യൂരിറ്റിയുടെ ഒരു ഇൻട്രഡക്ഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. ആ ഒരു പ്രോഫിറ്റ് അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തും. ലേറ്റർ ഓൺ ദ പ്രോഫിറ്റ് വിൽ സ്റ്റാർട്ട് ഫാളിങ്. അതിനുശേഷം ഈ ഒരു ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെ ആ ഒരു മിഡിൽ പോയിൻ്റ്, ഈ ഒരു മിഡിൽ പോയിൻ്റ് വരെ നമ്മുടെ സെയിൽസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സാച്ചുറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റാണ് ശരിക്കും, അത് ആ ഒരു പോയിൻ്റ് വരെയാണ് ശരിക്കും ഈ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സാച്ചുറേഷൻ എന്ന് പറയാം. അതിന് ശേഷം അവിടെ ഒരു സെയിൽസിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. പതുക്കെ ഈ ഒരു സെയിൽസും
പ്രോഫിറ്റൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പതുക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ ലെവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എസ്പെഷ്യലി സാച്ചുറേഷൻ സ്റ്റേജിൽ ഈ പ്രോഫിറ്റും സെയിൽസ് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കൂടുതൽ കമ്പനികൾ ശ്രമിക്കുന്നത്. Then in the earlier part of maturity stage, there is no growth of sale. The later part of this stage, there is no growth of sale. The later part of this stage is known as saturation. അവിടെ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ദ സെയിൽസ് ബിക്കം സ്റ്റാഗ്നൻ്റ് അല്ലേ, ഒരു സ്റ്റാഗ്നൻ്റ് സെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കോമ്പറ്റീഷൻ ബിക്കം മോർ ടഫ്. അപ്പോൾ പറയട്ടെ, മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷനാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ലേറ്റർ പാർട്ടിനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ സെയിൽസൊക്കെ നല്ല ലെവലുണ്ടാവും. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിരിക്കും ഏറ്റവും കൂടുതൽ പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തേർഡ് സ്റ്റേജ്, മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ. ദെൻ ഈ ഒരു പീരിയഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെയിൽസ് ഗ്രോ അറ്റ് ഡിമിനിഷിങ് റേറ്റ്. ഡിമിനിഷിങ് റേറ്റിലായിരിക്കും അത് ഗ്രോ ചെയ്യുന്നത്. പ്രൈസ് ടെൻഡ് ടു ഫോൾ. അതിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പ്രൈസ് കുറയാൻ തുടങ്ങും. പ്രോഫിറ്റ് സ്റ്റാർട്ട് ഡിക്ലൈനിങ്. സ്റ്റിഫ് കോമ്പറ്റീഷൻ. പ്രോഡക്റ്റ് സപ്ലൈ മേ എക്സീഡ് ഡിമാൻഡ്. ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ്. Then last stage is decline and abandonment. Decline stage and abandonment stage ആണ് ഏതെന്ന് പറയുന്നത്, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് സെയിൽസ് ബിഗാൻ ടു ഫോൾ. സെയിൽസ് എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. ആ റെഡ് കളറിൽ കാണുന്നതാണ് അബാൻഡൻമെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഫസ്റ്റ് പോർഷനാണ് ഡിക്ലൈൻ സ്റ്റേജ്, അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് അബാൻഡൻമെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ അവിടെ സെയിൽസ് ഡിക്ലൈൻ ചെയ്യും. ദെൻ പ്രോഫിറ്റ്, ദർ മേ ബി എ ലിറ്റിൽ ഓർ നോ പ്രോഫിറ്റ്. ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻവെൻട്രി കോസ്റ്റ് ബിക്കം ലാർജർ. പ്രൊഡക്ഷൻ കോസ്റ്റും ഇൻവെൻട്രി കോസ്റ്റൊക്കെ വളരെ കൂടുതലായിരിക്കും. അറ്റ് ദിസ് സ്റ്റേജ് ദ കോമ്പറ്റീഷൻ ബിക്കം സ്യൂയർ. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ഗോ ഫോർ ന്യൂവർ ആൻഡ് ബെറ്റർ പ്രോഡക്റ്റ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ചേഞ്ചസ് ഇൻ ടേസ്റ്റ് എക്സെട്ര. ഈ ഒരു പീരിയഡിൽ ആളുകൾ നമ്മുടെ പ്രോഡക്റ്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് മറ്റുള്ള പ്രോഡക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ദെയർഫോർ സെയിൽസ് സ്റ്റാർട്ട് ഡിക്ലൈനിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ സെയിൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. ദെൻ ഡിക്ലൈൻ ചെയ്ത് പതുക്കെ ആ ഒരു പ്രോഡക്റ്റ് ബിക്കം ഒബ്സലസൻസ് ആവും, ഔട്ട്ഡേറ്റഡ് ആവും. സോ ഫേം വിഡ്രോസ് ദ പ്രോഡക്റ്റ് ഫ്രം ദി മാർക്കറ്റിൽ നിന്നും ആ ഒരു പ്രോഡക്റ്റിൻ്റെയും വിഡ്രോ ചെയ്യും. അപ്പോൾ ആ ഒരു ഔട്ട്ഡേറ്റഡ് ആവുന്ന ഒബ്സലസൻസ് വരുന്ന ആ ഒരു സ്റ്റേജാണ് അബാൻഡൻമെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേജാണ് ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റാപ്പിഡ് ഫോൾ ഇൻ സെയിൽ, ഫോൾ ഇൻ പ്രൈസ്, നോ പ്രൊമോഷണൽ എക്സ്പെൻസ്. കാരണം ഈ ഒരു സ്റ്റേജിൽ പ്രൊമോഷൻ നടത്തിയിട്ട് കാര്യമില്ല, അപ്പോൾ പ്രൊമോഷണൽ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ടു ദി മിനിമം. ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ കുറവായിരിക്കും. പ്രോഡക്റ്റ് ടെക്നോളജി ബിക്കം ഒബ്സലറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയൊക്കെ എന്തായിരിക്കും, ഒബ്സലറ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും. ദെൻ പിന്നെ ആ ഒരു എക്സ്റ്റൻഷൻ, ആ ഒരു ഗ്രാഫിൽ കാണുന്ന എക്സ്റ്റൻഷൻ പോർഷൻ ഞാൻ പറഞ്ഞു, പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ. ആ ഒരു മെച്യൂരിറ്റിയിൽ നിന്നും ഒരു ബ്ലൂ കളർ വരുന്നതാണ് പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെച്യൂരിറ്റി എത്തി, ആ ഒരു മൂന്നാമത്തെ സ്റ്റേജ് എത്തി, പിന്നെ ഡിക്ലൈൻ ആണല്ലോ. ആ ഡിക്ലൈൻ സംഭവിക്കുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ ഈസ് ദ യൂസ് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്റ്റ് ബ്രാൻഡ് നെയിം ഫോർ എ ന്യൂ ഐറ്റം ഇൻ ദ സെയിം പ്രോഡക്റ്റ് കാറ്റഗറി. അതായത് നമ്മൾ മെച്യൂരിറ്റിയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ പ്രോഡക്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും പുതിയ ടെക്നോളജിയൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ മെച്യൂരിറ്റി പീരീഡ് കൂട്ടുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേജാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനുള്ളത്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ, ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ദെൻ ഇതിന് ജസ്റ്റ് രണ്ട് ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻ എന്തൊക്കെയാണ്. അഡ്വാൻറ്റേജസ്, ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഈ ഒരു കോൺസെപ്റ്റ് സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് എനേബിൾസ് എ പ്രൊഡ്യൂസർ ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതിൻ്റെ ഓരോ സ്റ്റേജസിൻ്റെയും പ്രത്യേകതകൾ നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈനിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓരോ സ്റ്റേജസിലും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പുതിയ സ്ട്രാറ്റജിയൊക്കെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റിൽ നമുക്ക് ജുഡീഷ്യസ് ആയിട്ട് റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് പ്രൈസ് നമുക്ക് ആപ്റ്റാവുന്ന രീതിയിൽ, പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ. അതായത് നമ്മൾ നിലവിലുള്ള പ്രോഡക്റ്റിൽ ഡിഫറൻസിയേഷൻ വരുത്തിക്കൊണ്ട് നമുക്ക് ഈ നമ്മുടെ മാർക്കറ്റ് കുറച്ചുകൂടി നിലനിർത്താൻ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സെയിൽസ് പ്രൊമോഷൻ. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ദെൻ ലിമിറ്റേഷൻ ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മോഡൽ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദി പർട്ടിക്കുലർ സ്റ്റേജ് ഇൻ വിച്ച് പ്രോഡക്റ്റ് ഈസ്. ഒരു പ്രോഡക്റ്റ് ഏത് സ്റ്റേജിലാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. Then the second one, the determination of length of each stages in the life cycle is complicated process. ഓരോ സ്റ്റേജിൻ്റെയും ലെങ്ത് എത്രയാണ്, എത്ര നാൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും, എത്ര നാൾ ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടായിരിക്കും, അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. Then it is not necessary that all stages can be applicable to every product. എല്ലാ പ്രോഡക്റ്റിനും ഈ 4 സ്റ്റേജും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. Then product life cycle alone cannot be devised for marketing success. മാർക്കറ്റിംഗ് സക്സസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാത്രമല്ല, ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. Then some product remain in the market for 100 years or more without being outdated. ചില പ്രോഡക്റ്റുകൾ എത്ര നാൾ വേണമെങ്കിലും മാർക്കറ്റിൽ നിലനിൽക്കും. അതായത് അത് ഔട്ട്ഡേറ്റഡ് ആവാതെ തന്നെ നിലനിൽക്കും. സേ ഫോർ എക്സാമ്പിൾ വിസ്കി, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിസ്കി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരുപാട് മുമ്പ് തന്നെ മാർക്കറ്റിലുള്ള ഇപ്പോഴും അതിന് ഡിമാൻഡോട് കൂടിയുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അപ്ലിക്കബിൾ ആണ് എന്ന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പറയാൻ സാധിക്കില്ല. ദെൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഡസ് നോട്ട് റിയലി കൺസിഡർ ദ കോമ്പറ്റീറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ പെസ്റ്റ് ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പൊസിഷനെ എന്താ പറയുക കൺസിഡർ ചെയ്യുന്നില്ല ഈ പറയുന്ന പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഈ പെസ്റ്റ് ഫാക്ടർ മീൻസ് പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഈ ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ദീസ് ആർ ദ ലിമിറ്റേഷൻ ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മോഡൽ. ഓക്കെ, താങ്ക് യു.